എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ പറയുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി കഴിക്കണം എന്നുണ്ടെങ്കിൽ കാശ് ചെലവ് കുറച്ചൊന്നുണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ടവർക്ക് പ്രോട്ടീൻ വേണ്ടേ? എൻ്റെ ടോക്കുകളുടെ താഴെ ധാരാളം പേര് ഇട്ടൊരു കമൻറ്റാണിത്. വളരെ ന്യായമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ പല സംഗതികളും കുറച്ച് വില കൂടിയ സംഗതികളാണ്. ഞാനത് ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം വില കൂടിയ അല്ലെങ്കിൽ പണക്കാർ മാത്രം ഇത് കഴിച്ചാൽ മതി എന്നുള്ളതല്ല. ഇന്ന് ഞാനപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ കമ്പാരിറ്റീവ്ലി വില കുറഞ്ഞ് വാങ്ങിക്കഴിക്കാവുന്ന സാധാരണ ഭക്ഷണങ്ങൾ, എന്നാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഗതികൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഭക്ഷണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെറ്റപ്പിലൊക്കെ ഇരുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ, നമ്മുടെ ഒരു ഉച്ചയൂണ് എങ്ങനെ പ്രോട്ടീൻ റിച്ച് ആക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നപ്പോൾ നമ്മൾ ഒരുമിച്ച് ഊണ് കഴിക്കാൻ പോവാണ്. ഈ ഒരു സെറ്റപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരെ ഓർമ്മ വന്നത്? എനിക്കറിയാം, ഇൻസ്റ്റയിൽ ഇപ്പോൾ ഒരു ചേട്ടൻ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിജിത്ത് എന്നാണ് തോന്നുന്നു ചേട്ടൻ്റെ പേര്, അല്ലേ? ഉച്ചയ്ക്ക് നല്ല വിഭവ സമൃദ്ധം, അത്ര വിഭവങ്ങളൊന്നുമില്ല, പക്ഷേ എപ്പോഴും ഒരു മീൻ ഉണ്ടായിരിക്കും. പക്ഷെ ആ ചേട്ടൻ ചോറുണ്ടെന്ന രീതി ആളുകളിങ്ങനെ എന്താ പറയുക, അത് ഇമിറ്റേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചോറുണ്ടെന്ന രീതി കണ്ട് കൊതി പിടിച്ച് അതുപോലത്തെ റീൽസ് ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്നു. ഇപ്പോൾ ഇൻസ്റ്റയിൽ അതൊരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചേട്ടൻ ഭയങ്കര വൈറലാണ്. പക്ഷേ ഞാൻ ബിജിത്തേട്ടനെ അനുകരിക്കാൻ അല്ല ഇന്നിപ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ അതുമായിട്ട് നീ യാതൊരു ബന്ധവുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ നമുക്ക് വളരെ താരതമ്യേന വില കുറഞ്ഞ സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല ഉച്ചയൂണ്, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം വേണ്ട പ്രോട്ടീനിൻ്റെ ഒരു 60-70% കിട്ടാനുള്ള വകുപ്പ് ഉണ്ടാക്കാൻ പറ്റും, സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒരു ചെറിയ വ്യത്യാസമുണ്ട് ബിജിത്തേട്ടനുമായിട്ട് എനിക്ക്. കാരണം ബിജിത്തേട്ടൻ കുറച്ച് അധികം ചോറുണ്ടുന്ന ആളാണ്. ഞാൻ എന്തായാലും ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ അതൊരിക്കലും ആരോടും അനുകരിക്കാൻ പറയില്ല. ചോറ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ കഴിക്കുന്ന വട്ടപ്ലേറ്റിൻ്റെ 4/1 മാത്രമേ ധാന്യങ്ങൾ പാടൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചോറിൻ്റെ അളവ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ കുറച്ച് ചോറ്, ഇത്ര ചോറേ ഞാൻ ഒരു ദിവസം കഴിക്കാറുള്ളൂ. ഇതാണ് നമ്മുടെ ചോറിൻ്റെ അളവ്. ഇതിൽ 4/1 പോലും ഇല്ല. പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ. ഇത് ഇന്നലത്തെ ചീരക്കൂട്ടാനാണ്. അപ്പോൾ കുറച്ച് ചീര എന്തായാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്നത്തെ കൂട്ടാനല്ല, അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതാണ്, കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇലക്കറിയാണ്, ധാരാളം അയേൺ ഉണ്ട്. സോ അതുകൊണ്ട് കുറച്ച് ചീരയും കൂടി എടുത്തു. ഇനി നമുക്ക് ഇന്നത്തെ വിഭവങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ആളിതാ നല്ല മീൻകറി. മുളകിട്ട് വെച്ച നല്ല മീൻകറിയാണ്. ഈ മീന് നല്ല മത്തിയാണ്. നോക്കൂ, ഞാൻ ഈ പറയുന്ന പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി നിങ്ങളോട് പോയിട്ട് നെയ്മീനോ അല്ലെങ്കിൽ വില കൂടിയ മീനുകളൊന്നും വാങ്ങാൻ പറയുന്നില്ല. നമ്മുടെ സ്വന്തം മത്തി അല്ലെങ്കിൽ അയില. ഇന്ന് ഞങ്ങൾ അയിലയും മത്തി വാങ്ങിയിട്ടുണ്ട്. അപ്പം മത്തി മുളകിട്ട് വെച്ച നല്ല മുളക് മീൻകറിയാണ്. അപ്പോൾ നല്ല ഒരു അത്യാവശ്യം വലിപ്പമുള്ള മത്തി ഇത്തവണ കിട്ടിയത് കേട്ടോ. ചിലപ്പോൾ മത്തിയുടെ വലിപ്പം കുറയാറുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് നല്ല വലിപ്പമുള്ള മത്തി കിട്ടി. അപ്പം മത്തിക്കറി. ഓക്കെ, പിന്നെതാ ഒരു ഓംലെറ്റ് അല്ലെങ്കിൽ ബുൾസൈ എന്താന്ന് വെച്ചാൽ പറയാം. ഒരു മുട്ട, ഓക്കെ, ഒരു ലാർജ് എഗ്ഗ്. പിന്നെ നമ്മുടെ സ്വന്തം സാമ്പാർ. പക്ഷെ സാമ്പാറിനൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം കേട്ടോ. പിന്നെ നമ്മുടെ നല്ല ചെറുപയർ ഉപ്പേരി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഇനി ഇതൊക്കെ നിങ്ങൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെയല്ലേ? അപ്പം ഇതിലൊക്കെ എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പം ആദ്യം തന്നെ നമുക്ക് ചോറിനെ അങ്ങ് മാറ്റി വെക്കാൻ. ചോറിൽ ചെറുതായിട്ട് പ്രോട്ടീനൊക്കെ ഉണ്ട്. പക്ഷെ മെയിനായിട്ടും ഇതൊരു കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് ഞാൻ ചോറിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. ചോറ് മാക്സിമം കുറച്ചുണ്ണുക എന്ന് മാത്രം പറയുന്നു. അതിൽ തന്നെ ബ്രൗൺ റൈസ്, തവിട് കളയാത്ത റൈസ് ആണെങ്കിൽ വളരെ നല്ലത്. പോളിഷ്ഡ് റൈസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചോറിനെ പറ്റി അത്രയേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ താരം മീൻ. ഓക്കെ, എന്തായാലും മത്തിക്ക് അത്യാവശ്യം വിലയൊക്കെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാലും മത്തി മയിലൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടും പുറത്ത് നമ്മൾ വാങ്ങി കഴിക്കുന്ന മീനാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് പ്രോട്ടീനിൻ്റെ ഏറ്റവും നല്ല, എന്തുകൊണ്ട് ഞാൻ മത്തി തിരഞ്ഞെടുത്തു എന്നാൽ അയല കാണിക്കായിരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമുണ്ട്. ഈ മത്തി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് പറയുമ്പോൾ ഒരു ഗുമ്മില്ലാന്നേ ഉള്ളൂ, പക്ഷേ അടിപൊളി മീനാണ്. നിങ്ങൾ ഈ സാൽമൺ, ട്യൂണ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര ഹൈഫൈ ആണ്. പക്ഷേ അതിനേക്കാട്ടുമൊക്കെ വളരെയധികം ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഒരാളാണ് നമ്മുടെ സ്വന്തം മത്തി. അത് പ്രോട്ടീൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നല്ല അളവിൽ വൈറ്റമിൻ B12, നല്ല അളവിൽ വൈറ്റമിൻ B3, ഇതൊക്കെ ഇതിലുണ്ട്. കാൽഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അങ്ങനെ ധാരാളം. ഇതിനെക്കാട്ടൊക്കെ ഉപരി എന്താണെന്നറിയോ, omega-3 ഫാറ്റി ആസിഡ്സ്. വളരെ നല്ല രീതിയിലുള്ള ഒരു മീനാണ് മത്തി. അപ്പോൾ ഈ omega-3 ഫാറ്റി ആസിഡ്സ് നിങ്ങൾക്കറിയാലോ, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നന്നായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് omega-3 ഫാറ്റി ആസിഡ്സ്. പലരും അതിൻ്റെ മരുന്ന് ഗുളികയൊക്കെ കഴിക്കാറുണ്ട്. ഒന്നും വേണ്ട, നന്നായി മത്തി കഴിച്ചാൽ തന്നെ ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മീനിൽ മത്തി ഉൾപ്പെടുത്തുക. നല്ല രീതിയിൽ DHA, ബ്രെയിനിൻ്റെ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സംഭവമാണ്. അത് നന്നായി അടങ്ങിയിരിക്കുന്ന ഒരു മീനാണ് മത്തി. അപ്പം അതുകൊണ്ട് ഞാൻ മാക്സിമം മത്തിയാണ് വീട്ടിൽ വാങ്ങാറുള്ളത്. അത് തന്നെ ഫ്രൈനെക്കാട്ടും കൂടുതൽ ഫ്രൈ ആണ് നമുക്കൊക്കെ ഇഷ്ടം. അതെനിക്കും അറിയാം, പൊരിച്ച മത്തിയാണ് എനിക്കും ഇഷ്ടം. പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്ന ഇങ്ങനെ കറിയിലെ മത്തി, കാരണം ഈ പൊരിക്കുമ്പോൾ ഉള്ള ആ ഒരു
കുറച്ച് നമ്മുടെ എണ്ണ പരിപാടികൾ, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് അത് മത്തി, നമുക്ക് മീനായാലും ഇറച്ചിയായാലും കറിയാക്കി കഴിക്കുന്നതാണ് എന്തുകൊണ്ടും ഉചിതം. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ മത്തി ഫ്രൈ വേണമെന്നുള്ളവർക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. പക്ഷേ എങ്കിൽ പോലും ആരോഗ്യ സംബന്ധമായി നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ലത് കറിയാണ്. ഇനി ഇതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റിലേക്ക് വരാം. ഞാൻ അതിൻ്റെ എക്സ്ട്രാ ഗുണങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ ഒരു 100 ഗ്രാം മത്തിയിൽ 20 to 25 ഗ്രാംസ് പ്രോട്ടീൻ ഉണ്ട്. അത് മത്തിയിൽ മാത്രമല്ല, നിങ്ങൾ ഒരുമാതിരിപ്പെട്ട മത്തി ആവട്ടെ, അയലയാവട്ടെ, ഇപ്പോൾ സാൽമൺ ആവട്ടെ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. പക്ഷേ എങ്കിൽ പോലും 100 ഗ്രാം ഈ പറയുന്ന എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒരു ആവറേജ് 20 ഗ്രാം പ്രോട്ടീൻ എന്ന് നിങ്ങൾക്ക് കണ്ണടച്ച് പറയാം. ഓക്കെ, ചിലതിന് 25 വരെ പോകുന്നുണ്ട്, ചിലത് ചിലപ്പോൾ 18, 17 വരെ പോകുന്നുണ്ട്. ഒരു ഏറ്റക്കുറച്ചിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു ആവറേജ് 100 ഗ്രാമിൽ നിങ്ങൾക്ക് ഒരു 20 ഗ്രാം. ഇപ്പം ഈ 2 മത്തി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇത് ഒരു 50 ഗ്രാമിൽ രണ്ടും കൂടി കൂട്ടി ഒരു 100 ഗ്രാം എന്ന് വെച്ചോളൂ. എന്നാൽ പോലും ഒരു 16-17 ഗ്രാം പ്രോട്ടീൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ മാത്രമല്ല, എല്ലാവിധ വൈറ്റമിൻ B12 പ്രത്യേകിച്ചിട്ട് B12 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടാതെ omega-3 ഫാറ്റി ആസിഡ്സും DHAയും. അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് മത്തി കണ്ണടച്ച് കൊടുക്കാം. നല്ല അടിപൊളി സാധനമാണ്. സോ 2 മത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എണ്ണം ആക്കാം. അപ്പം അത്ര കൂടി പ്രോട്ടീനായി. മനസ്സിലായോ? ഇനിയുള്ളത് ഒരു ഓംലെറ്റ് ആണ്. എഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പ്രോട്ടീനാണ്, നിങ്ങൾക്കറിയാലോ. അപ്പം അതുകൊണ്ട് ഒരു ലാർജ് എഗ്ഗിൽ 6 to 7 ഗ്രാംസ് പ്രോട്ടീൻ ഉണ്ട്. പക്ഷെ പലരും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ണി അങ്ങ് കളയും. ഉണ്ണി കഴിക്കാൻ പാടില്ല, കൊളസ്ട്രോൾ ആണ്. നോ, നിങ്ങൾക്ക് ഒരു ദിവസം ഒരു എഗ്ഗ്, അത് 2 ഫുൾ എഗ്ഗ്, അതായത് ഉണ്ണിയും വെള്ളയും കൂടി, മഞ്ഞയും വെള്ളയും കൂടിയുള്ള ഫുൾ എഗ്ഗ് ധൈര്യമായിട്ട് കഴിക്കാം. കാരണം ഈ മഞ്ഞയിലുള്ളത് നല്ല ഫാറ്റി ആസിഡ്സ് ആണ്. അത് മാത്രമല്ല, നിങ്ങളെ ഒരു ഫുൾ എഗ്ഗിൽ 6 to 7 ഗ്രാംസ് പ്രോട്ടീൻ ആണുള്ളത്. എന്നാൽ നിങ്ങളിപ്പോൾ ഈ വെള്ളം മാത്രം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 60% കിട്ടും. അതായത് ഒരു 3.5, 3.6 ഗ്രാംസേ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫുള്ളായിട്ട് ഒരു എഗ്ഗ് കഴിക്കാൻ ശ്രമിക്കുക. ഞാനിതാ ഫുൾ എഗ്ഗ് കഴിക്കുന്നുണ്ട്. അതൊരു ബുൾസൈ ആയിട്ടാണ് കഴിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ കഴിക്കാം, ഓംലെറ്റ് ആക്കി, ഏത് അവസ്ഥയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. സോ ഒരു ദിവസം ഒരു എഗ്ഗ് കഴിക്കുക. 6 to 7 ഗ്രാംസ് പ്രോട്ടീൻ ഗ്യാരണ്ടീഡ്. അടുത്ത ആള് നമ്മുടെ നല്ല ചെറുപയർ ഉപ്പേരി. ഈ ചെറുപയറിന് പകരം നിങ്ങൾക്ക് കടലയോ വമ്പയറോ എന്ത് വേണമെങ്കിലും, പയർ വർഗ്ഗത്തിൽപ്പെട്ട സംഗതികൾ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് റോ ചെറുപയർ 100 ഗ്രാമിൽ 20 to 25 ഗ്രാംസ് പ്രോട്ടീൻ ഉണ്ട്. പക്ഷേ കുക്ക്ഡ് അപ്പോൾ നമുക്ക് അറിയാലോ, റോ എന്ന് പറയുമ്പോൾ അത് കുക്ക് ചെയ്യുമ്പോൾ സ്വെല്ല് ചെയ്യും, വലുതാവും. അപ്പോൾ കുക്ക് ചെയ്ത 100 ഗ്രാമിൽ ഏകദേശം 6 to 7 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഒരു ഓൾമോസ്റ്റ് ഒരു എഗ്ഗ് കഴിക്കുന്ന അത്രയും ഇഫക്റ്റ് ഉണ്ട് നമ്മളൊരു ചെറുപയറിന്റെ 100 ഗ്രാം ഒരു ദിവസം ഉപ്പേരിയായിട്ട് കഴിക്കുന്നുണ്ട്. ഇത് തന്നെ നിങ്ങൾ മുളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണ് കേട്ടോ. എനിക്ക് ഇന്നലെ മുളപ്പിക്കാൻ സമയം കിട്ടിയില്ല. മുളപ്പിച്ചിട്ട് നിങ്ങൾ ഉപ്പേരിയായി കഴിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ഫലമുണ്ട്. നന്നായിട്ട് ദഹനമൊക്കെ വളരെ വൃത്തിയായിട്ട് നടക്കും. സോ ചെറുപയർ, ഇതിന് പകരം നിങ്ങൾക്ക് പനീർ ഉപയോഗിക്കാം, നിങ്ങൾക്ക് വമ്പയർ ഉപയോഗിക്കാം, നിങ്ങൾക്ക് കടല ഉപയോഗിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പയർ വർഗ്ഗം കൊണ്ട് എന്തെങ്കിലും ഒരു വിഭവം നിങ്ങൾ ഒരു ദിവസം കഴിച്ചാൽ, അതൊരു 100 ഗ്രാം കഴിച്ചാൽ 7 ഗ്രാം പ്രോട്ടീൻ അവിടുന്ന് തന്നെ വന്നു. ഇനി അടുത്തത്, ഇത് പ്രോട്ടീൻ അല്ല കേട്ടോ, ഇത് എൻ്റെ സാമ്പാറാണ്. സാധാരണ നമ്മൾ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വെള്ളം അല്ലെ, ഷെറെന്ന് പറഞ്ഞ പോലെ വെള്ളം കുറച്ച് കഷ്ണം, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സാമ്പാറിന് കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചധികം പരിപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് തിക്ക് സാമ്പാറാണ്. അതിനേക്കാൾ ഉപരി ഞാൻ ഈ സാമ്പാർ ഇങ്ങനെയാണ് കഴിക്കുക. എന്താണിത്? മാക്സിമം കഷ്ണം. കാരണം ഈ സാമ്പാറിൽ നിന്ന് വേണം എനിക്ക് ഒരു ദിവസം വേണ്ട എന്തൊക്കെ കിട്ടാൻ? ഫൈബറും വൈറ്റമിനുകളും മിനറലുകളും ഒക്കെ കിട്ടാൻ. പച്ചക്കറികൾ, അതായത് ഇന്നിപ്പോൾ മത്സരിച്ച് എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്? തക്കാളി ഇട്ടിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് അധികം ഇഷ്ടമില്ലാത്ത സാധനം. ഇത് പൊട്ടറ്റോ അല്ലേ? മത്സരിച്ച് ആദ്യം പറയുന്നുണ്ട്. പൊട്ടറ്റോ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്. പക്ഷെ മത്സരിച്ച് പറയും സാമ്പാറിന് ഒരു കൊഴുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം പൊട്ടറ്റോ. ഓക്കെ, ശരി, ഞാൻ പൊട്ടറ്റോ കഴിക്കില്ല, മാറ്റി വെച്ചു. പിന്നെ ഇദ്ദേഹം എന്താണെന്നറിയോ? ചൊരയ്ക്ക എന്നൊക്കെ പറയാറില്ലേ നമ്മൾ? ചൊരയ്ക്ക, ലോക്കി എന്ന് പറയും ഹിന്ദിയിൽ. ചൊരയ്ക്ക അതാണ്. പിന്നെ റാഡിഷ് ഉണ്ട്, നമ്മുടെ എന്തായാലും പറയാം, മുള്ളങ്കി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ സാമ്പാറിലുള്ളത് മുള്ളങ്കി ഓർ റാഡിഷ്, ചൊരയ്ക്ക ഓർ ലോക്കി, പിന്നെ അതുപോലെ ക്യാരറ്റ്, പിന്നെ നമ്മുടെ തക്കാളി. അപ്പോൾ ഇത്രയും സംഗതികൾ. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞു വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ കറി എന്ന് പറഞ്ഞ് കൂട്ടുന്നതിൽ, കറി എന്ന് പറയുമ്പോൾ വെള്ളമല്ല കൂടുതൽ വേണ്ടത്. എന്താണ്? ഇത്രയും അധികം കഷ്ണങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ അതിനെ ഉണ്ടാക്കേണ്ടത്. അപ്പം എന്താ, ഒരു ദിവസം വേണ്ട പച്ചക്കറികളും ഇലക്കറികളും കാര്യങ്ങളും. അപ്പം ഇലക്കറിക്കാണ് ഞാനിപ്പോൾ കുറച്ചേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ചീരയും മുരിങ്ങയും ഏതെങ്കിലും ഒന്ന് ആഴ്ചയിൽ ഒരു 1-2 ദിവസം നിങ്ങൾ കഴിക്കുന്നത് വേണം കേട്ടോ. കാരണം അതിൽ നിന്ന് കിട്ടുന്നതൊന്നും നമുക്ക് ബാക്കിയിൽ നിന്ന് കിട്ടില്ല. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ എന്താ പറയുക വിഭവങ്ങൾ. എന്തായാലും ഞാൻ ബിജിത്തേട്ടൻ ഫാനുകൾ ഇവിടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എന്തായാലും ഒരു 2 വായ കഴിക്കാം. അപ്പോൾ അതല്ലേ എൻ്റെ ഒരു രസം, എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കുഴച്ചിട്ട് അല്ലേ. അപ്പം നമുക്ക് സാമ്പാറിലുള്ള കഷ്ണങ്ങളൊക്കെ ഇതിലങ്ങ് അങ്ങോട്ട് കൂട്ടിക്കുഴയ്ക്കാം. വേണ്ടത്ര ഫൈബറായി, വൈറ്റമിനായി. പിന്നെ നമ്മുടെ സ്വന്തം ഉപ്പേരി
ചെറുപയർ ഉപ്പേരി അങ്ങോട്ട് കുഴയ്ക്കാം. പിന്നെ ഒരു കഷ്ണം നമ്മുടെ ബുൾസൈ അങ്ങോട്ട് എടുക്കാം. പിന്നെ നമ്മുടെ സ്വന്തം മീൻകറി, നല്ല മുളകിട്ട് വെച്ച നല്ല മീൻകറി, നമ്മുടെ എന്ത് മത്തി. ഓക്കെ, അപ്പം എല്ലാം കൂടി അങ്ങ് എടുത്തിട്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഊണിങ്ങനെ ഉരുട്ടി ഉണ്ണണതിൻ്റെ ഒരു സുഖം ഇത് നമുക്ക് വേറെ ഒന്ന് കഴിച്ചാലും കിട്ടില്ല കേട്ടോ. ഞാനും ഭയങ്കര ചോറിൻ്റെ ആളാണ്. പക്ഷേ കൊതി കൂടുമ്പോൾ കഴിക്കും എന്നുള്ളതല്ലാതെ ചിലപ്പോൾ ഞാൻ ഒരു ഒന്നരാളം ദിവസങ്ങൾ ചോറുണ്ടും. പക്ഷേ എന്താണെന്നറിയോ, ചോറുണ്ടുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കും. കൊതി മാറും വേണം, എന്നാൽ അത് നമ്മുടെ ഓവറായിട്ട് കലോറി തരാനും പാടില്ല. അപ്പം അതുകൊണ്ട് ചോറ് ലേശം എടുക്കും. ചോറുണ്ടോ ചോദിച്ചാൽ ഉണ്ടു, എന്നാൽ അധികം കാലറി കയറിയോ ഇല്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ എത്ര ചോറെടുത്ത്. ഇപ്പം ഈ ഒരു ഹോൾ ഡേ ഞാൻ ഇത്രയാണ് ചോറ് കഴിക്കും, ഇത്രയാണ് എൻ്റെ കാർബോഹൈഡ്രേറ്റ് ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം ഇതാ അടിപൊളി. അപ്പം ഇതാണ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ട് നമുക്ക് അധികം കാശിയലവൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണം. അപ്പം അതുകൊണ്ട് സ്മൂത്തി മാത്രമല്ല, വിമർശിച്ചവർക്കൊക്കെ നന്ദി. കാരണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുമായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം വളരെയധികം റെലവൻ്റ് ആയൊരു കാര്യമാണ്. അത്രയും കാശ് ചിലവൊന്നും ഇല്ലാതെ നമ്മുടെ നാട്ടിൽ കിട്ടണ ചൊരക്കിയും ചരങ്ങിയും പടവലങ്ങിയും ഒക്കെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാം. മുട്ട മറക്കരുത്, ഡെയിലി ഓരോ മുട്ട കഴിക്കണം, കുട്ടികൾക്കും കൊടുക്കണം, ഫുൾ മുട്ട കഴിക്കാം. പിന്നെ തൈര് ഞാൻ പറയാൻ മറന്നു. സാധാരണ ഞാൻ കുറച്ച് തൈര് കൊടുക്കാറുണ്ടെന്ന് മറന്നതാണ്. കുറച്ച് തൈര് ഞാനിപ്പോൾ ഇങ്ങനെ എന്തോ ഒന്നിങ്ങനെ മിസ്സിങ് ആണല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് തൈരിനെ ഓർത്തത്. തൈര് കഴിക്കാം കേട്ടോ. തൈരും മീനും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പലരും ഇവിടെ വന്ന് പറയും. അതിലൊന്നും യാതൊരു സയൻറ്റിഫിക് ബേസിസും ഇല്ല. തൈരൊക്കെ ധൈര്യമായിട്ട് കഴിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ചോറ് കഴിക്കുന്ന അല്ലെങ്കിൽ ചോറ് ഇങ്ങനെ ഉണ്ണാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഇത് ഡയബറ്റിക് ഡയറ്റ് ഉള്ളവർക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്ക്, പ്രഷർ ഉള്ളവർക്ക്, കൊളസ്ട്രോൾ ഉള്ളവർക്ക്, ഞാൻ പറഞ്ഞല്ലോ ഈ രീതിയിൽ തടി കുറയ്ക്കാൻ നോക്കുന്നവർക്ക്, തടി കുറയ്ക്കണം എന്നാൽ ചോറിനെ ഉപേക്ഷിക്കാൻ വയ്യ, അങ്ങനെയുള്ളവർക്ക് ഒക്കെ വളരെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്കിത് ചെയ്തിട്ട് തടി എനിക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ എന്താ പറയുക, വിശ്വസനീയമായ സോഴ്സാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഇന്നിപ്പോൾ ഇലക്ഷനാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് വോട്ടൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ കാരണം, ഗൾഫിലെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഒരു ഹാപ്പി ഡേ വിശ്വസിക്കുന്നു. ബൈ.